भर दे हर एक भाग को मां, प्यार के फूल कलियों से महक तेरी आएगी, तब महक तेरी आएगी, तब महक तेरी आएगी, तब सड़कों से गलियों से भर दे इतनी भक्ति मां, मेरे अंग अंग में भर दे इतनी भक्ति मां, मेरे अंग अंग में, जैसे राम के बजरंग में मां, जैसे राम के बजरंग में मां, बजरंग में, बजरंग में भर दे इतनी भक्ति मां, मेरे अंग अंग में भर दे इतनी भक्ति मां, मेरे अंग अंग में, मेरे अंग अंग में, मेरे अंग अंग में।
എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സഹജയോഗ പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ധ്യാനം എങ്ങനെയാണ് വീട്ടിലിരുന്ന് ചെയ്യേണ്ടതെന്നും അതിലൂടെ എന്തെല്ലാം ശുദ്ധീകരണങ്ങൾ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ഏതൊക്കെ രീതിയിൽ ശുദ്ധീകരണങ്ങൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകളാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്നു. എന്നാലും നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ശരിയെന്ന് നമുക്ക് ഒന്നുകൂടെ ആ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ മൂർധാവിലേക്ക് വന്ന് യോഗപ്രാപ്തിക്കായി അപേക്ഷിക്കാം. അത് തന്നെയാണ് സഹജയോഗയിലെ ആദ്യത്തെ പടി, ആത്മസാക്ഷാത്കാരം. കൂടുതൽ തിയറി ഒന്നും പറയാതെ ഇന്ന് നമുക്ക് നേരെ ധ്യാനത്തിലേക്ക് തന്നെ കിടക്കാം. നമ്മുടെ ഗുരു പരംപൂജ്യ ശ്രീ മാതാജി നിർമ്മലാദേവി, ശ്രീ മാതാജി ഇത്രയും വലിയൊരു കാര്യം, ഇത്രയും മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട് ഈ ജ്ഞാനം പകർന്നു കൊടുക്കാൻ അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. ശ്രീ മാതാജിയുടെ 84ാമത്തെ വയസ്സ് വരെ ആ പരിശ്രമത്തിനും ആ എല്ലാ സ്നേഹത്തിനും മുന്നിൽ നമസ്കരിക്കുന്നു. ശ്രീ മാതാജിയോട് അനുവാദം ചോദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കുന്ന ഏത് സ്ഥലത്താണോ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. താഴെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചമ്രം പടിഞ്ഞ് താഴെ ഇരിക്കാം. അങ്ങനെ തന്നെ ഇരിക്കണം എന്നില്ല. ഏതിലാണോ നമുക്ക് ഒരു വിധത്തിലും കാലുവേദനയോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉളവാക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോ 2 കൈകളും നമുക്ക് തുറന്നു വയ്ക്കാം. 2 കൈകളും തുറന്നു വെച്ച് ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇടത് കൈ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇടത് കൈയാണ് നമ്മുടെ ശുദ്ധമായ ആഗ്രഹം, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ അറിയണം എന്നുള്ള ആഗ്രഹം. വലത് കൈ നമ്മൾ ആദ്യം ഹൃദയത്തിലേക്ക് വയ്ക്കുകയാണ്. ഹൃദയത്തിലും അവിടെ നിന്ന് നമ്മുടെ നെറ്റിയിലേക്ക്, നെറ്റിയുടെ 2 ഭാഗത്തും നന്നായിട്ടൊന്ന് അമർത്തുക. തല ചെറുതായിട്ടൊന്ന് കുനിക്കാം. സാവധാനം കൈ മൂർധാവില്, ഉള്ളം കൈ വെച്ച് മൂർധാവില് ഒന്ന് നന്നായിട്ട് അമർത്തുകയാണ്. ഈ 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു സുഖം, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല, അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ ആദ്യം കിടക്കാം. ബാക്കി സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ചും സഹജയോഗയെ കുറിച്ചും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിതിയും ഒരു സന്തുലനാവസ്ഥയിലായിരിക്കും. നമ്മൾ രാവിലത്തെ കുറെ കാര്യങ്ങളും ഇന്നലത്തെ കുറെ കാര്യങ്ങളും ഒക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ലൊരു സ്ഥിതിയിലേക്ക് എത്തിയതിനു ശേഷം കാര്യങ്ങൾ കേൾക്കുന്നതും പഠിക്കുന്നതും നല്ല ഗ്രാസ്പിംഗ് പവർ തരുന്നു പറയും. അതായത് അത് കൂടുതൽ ഉൾക്കൊള്ളാനും ഓർമ്മയിൽ വെക്കാനും നമുക്ക് സഹായകമാണ്. അപ്പോൾ നമ്മൾ ഇടത് കൈ തുറന്നു വയ്ക്കുന്നു. ഇനി 2 കൈകളും ആദ്യം ഒന്ന് മടിയിൽ തുറന്നു വയ്ക്കാം. കണ്ണുകൾ സാവധാനം ഒന്ന് അടയ്ക്കുക. നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കാം. നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ തിരിച്ചറിയാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരു ആനന്ദം, ഒരു പ്രസന്നത നമ്മളിൽ ഉണ്ടാവട്ടെ. സാവധാനം
വലത് കൈ നമ്മുടെ ഇടത് ഭാഗത്ത് ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ഇവിടെ എല്ലാ ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടി തന്നെ നമ്മുടെ ഗുരുവിനോട്, ശ്രീ മാതാജി, അവിടുത്തെ കൃപയാൽ ഞാനൊരു ശുദ്ധമായ ആത്മാവാണ്. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ഞാനെന്ന അഹങ്കാരമോ ബുദ്ധിയോ അല്ല. ഞാനൊരു ശുദ്ധമായ ആത്മാവാണ്. ശ്രീ മാതാജി, ഞാനൊരു ശുദ്ധമായ ആത്മാവാണ്. ഞാൻ ഈ ശരീരമല്ല, മനസ്സല്ല, ഞാനെന്ന അഹങ്കാരമോ ബുദ്ധിയോ അല്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാം. സാവധാനം കയ്യ് നെറ്റിയിലേക്ക് കൊണ്ടുവരാം. തല ചെറുതായിട്ടൊന്ന് കുനിക്കുക. ഇവിടെ എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം, നമ്മളോട് തന്നെയും നമുക്ക് ക്ഷമിക്കാം. ശ്രീ മാതാജി, അവിടുത്തെ കൃപയാൽ ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെയും ക്ഷമിച്ചിരിക്കുന്നു. ശ്രീ മാതാജി, അവിടുത്തെ കൃപയാൽ ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ എന്നോട് തന്നെയും ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമ, ക്ഷമ, ക്ഷമ. സാവധാനം നമ്മുടെ കയ്യ് മൂർധാവില് ഉള്ളം കൈവച്ച് നന്നായിട്ട് അമർത്തുക. നന്നായിട്ട് അമർത്തി വിരലുകൾ വിടർത്തി, ശ്രീ മാതാജി, എനിക്ക് എൻ്റെ ആത്മസാക്ഷാത്കാരം നൽകിയാലും. ശ്രീ മാതാജി, എനിക്ക് എൻ്റെ യോഗ പ്രദാനം ചെയ്താലും. എൻ്റെ ഉള്ളിലെ ആ ചൈതന്യത്തെ ഉണർത്തി എനിക്ക് യോഗ പ്രദാനം ചെയ്താലും. നന്നായിട്ടൊന്ന് ആ തൊലിപ്പുറത്തൊന്ന് അമർത്തുക. സാവധാനം കയ്യ് കുറച്ച് പൊക്കത്തിൽ, ഒരു 2-3 ഇഞ്ച് പൊക്കത്തിലൊന്ന് പിടിക്കുക. എന്നിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ മൂർധാവിൽ നിന്ന് കൈകളിലേക്ക് വന്ന് പതിക്കുന്ന ആ ചെറിയ കാറ്റോ ആ കാന്തിക ശക്തിയോ ഒന്ന് ശ്രദ്ധിക്കുക. വലത് കൈ തുറന്ന് മടിയിൽ വെച്ച് ഇടത് കൈ ഇതുപോലെ തലയുടെ മുകളില് മൂർധാവിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവിടെ നിന്ന് വരുന്ന ആ ചൈതന്യം. ഇനി 2 കൈകളും തുറന്ന് മടിയിൽ വെച്ച് നമ്മളെ തന്നെ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമുക്ക് എന്തെങ്കിലും ചിന്തകളുണ്ടോ? ഇപ്പൊ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? നമ്മുടെ തലയുടെ മുകളില് കൈവച്ച് അമർത്തിയ ആ ഭാഗത്ത് മൂർധാവില് നമ്മൾ എന്തോ അറിയുന്നുണ്ട്. ഒരു ചൈതന്യമോ വൈബ്രേഷൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു കാറ്റായിട്ടോ എന്തോ ഒന്ന് പുറത്ത് വരുന്നതായിട്ട് നമുക്ക് അറിയാൻ, അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ 2 ഉള്ളം കൈകളിലും ഒരു തരിപ്പ് പോലെയോ ഒരു കാറ്റോ ഒരു പ്രവാഹം നമ്മൾ അറിയുന്നുണ്ട്. ഉള്ളില് സമ്പൂർണ്ണ നിശബ്ദത. ആ സമാധാനം എന്ന് പറയുന്ന സ്ഥിതി നമ്മൾ അനുഭവിച്ചറിയുകയാണ്. ചിന്തകൾ ഒന്നും തന്നെയില്ല. ധ്യാനം നടക്കുകയാണ്. ഉള്ളിലേക്ക് ശ്രദ്ധിച്ച്
ആസ്വദിക്കുക. സാവധാനം കണ്ണുകൾ തുറക്കാം. കണ്ണുകൾ തുറന്ന് നമ്മുടെ ഗുരുവിനെ മാത്രം ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കണ്ണുകൾ തുറന്നിരിക്കുകയാണെങ്കിലും ആ നിർവിചാരിത സ്ഥിതിയിൽ തന്നെയാണ്. അങ്ങനെ തന്നെ നമ്മൾ കുറച്ചു നേരം നമുക്ക് ഒബ്സർവ് ചെയ്യാം. നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. രണ്ട് കൈകളിലും മൂർധാവിലും ഉണ്ടാകുന്ന വ്യത്യാസവും ശ്രദ്ധിക്കുക. ആ ചൈതന്യത്തിന്റെ പ്രവാഹം നമ്മുടെ ഉള്ളിലും അത് സംഭവിക്കുന്നുണ്ട്. ആ ശാന്തത നമ്മൾ തിരിച്ചറിയുകയാണ് ഇപ്പോൾ. ഇനി നമുക്ക് നമ്മൾ ദിവസവും ചെയ്യുന്നത് പോലെ വീട്ടിലിരുന്ന് ആ ബാലൻസിങ് ഒന്ന് ചെയ്യാം. അതിന് മുന്നിലായിട്ട് നമ്മൾ ഇന്നലെ പുതിയൊരു കാര്യം പഠിച്ചത് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ മൂല ആധാരമായ മൂലാധാര ചക്രത്തെ കുറിച്ചാണ് പഠിച്ചത്. ആ ചക്രം ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ത്രികോണാസ്ഥിയിൽ കുണ്ടലിനി ശക്തി ഇരിക്കുന്ന ത്രികോണാസ്ഥിയുടെ താഴെ അതിന് ആധാരമായി, അതിന് ബേസ് ആയിട്ടാണ് മൂലാധാര ചക്രം വരുന്നത്. അപ്പോ മൂലാധാര ചക്രത്തിന്റെ ഗുണങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് നിഷ്കളങ്കത, പരിശുദ്ധത, പവിത്രത, പ്യൂരിറ്റി, ചേസ്റ്റിറ്റി ആൻഡ് ഇന്നസെൻസ്. അപ്പോ നമ്മളിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചതും വളർന്നതും കേട്ടതുമായിട്ടുള്ള കുറേ അനാവശ്യമായ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഈ ധ്യാനം നടക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള, ആവശ്യമില്ലാത്ത നമ്മുടെ നല്ലൊരു സ്ഥിതിക്ക്, സന്തുലനാവസ്ഥയ്ക്ക് തടസ്സമായി നിൽക്കുന്ന
എല്ലാ കാര്യങ്ങളെയും ഇത് ശുദ്ധീകരിക്കാൻ തുടങ്ങുകയാണ്. അതിലൂടെയാണ് ഈ നമ്മുടെ സ്ഥിതി മാറുന്നതും നമ്മൾ ആ ചൈതന്യത്തിന്റെ പ്രവാഹം കൂടുതൽ അറിയാൻ പറ്റുന്നു. അപ്പൊ ഇന്ന് മൂലാധാര ചക്രത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യം കുറച്ചു നേരം മൂലാധാര ചക്രം ശുദ്ധീകരിക്കാനായി 2 കൈകളും ഭൂമി തത്വത്തിലേക്ക് കമഴ്ത്തി വയ്ക്കുക. തറയിൽ ഇരിക്കുകയാണെങ്കിൽ 2 കൈയും ഭൂമിയിലേക്ക് കമഴ്ത്തി വയ്ക്കാം. ഇല്ലെങ്കിൽ കസേരയിലാണെങ്കിൽ 2 കൈയും താഴേക്ക് അങ്ങിട്ടിരിക്കാം. അതിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പൊ മൂലാധാര ചക്രം കുറച്ച് ശുദ്ധീകരണം നടക്കുമ്പോൾ നമ്മുടെ സന്തുലനാവസ്ഥയിലുള്ള വ്യത്യാസം, ആ ചൈതന്യത്തിന്റെ അനുഭവത്തിലുള്ള വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമുക്ക് 2 കൈകളും ഭൂമി തത്വത്തിൽ കമഴ്ത്തി വെച്ചു. കണ്ണുകൾ സാവധാനം അടയ്ക്കാം. ഇവിടെ ഭൂമി തത്വത്തിനോട് തന്നെ നമുക്ക് അപേക്ഷിക്കാം. അല്ലയോ ഭൂമി മാതാവേ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ അസന്തുലിതാവസ്ഥകളെയും അവിടുന്ന് ഭൂമി തത്വത്തിലേക്ക് വലിച്ചെടുത്ത് എന്നെ പരിശുദ്ധവും പവിത്രവും നിഷ്കളങ്കവും ആക്കി തീർത്താലും എൻ്റെ മൂലാധാര ചക്രത്തെ ശുദ്ധീകരിച്ചാലും. നമ്മുടെ ശ്രദ്ധ ആ മൂർധാവിൽ കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യം. പറ്റിയില്ലെങ്കിലും സാരമില്ല, നമ്മളിൽ തന്നെ വയ്ക്കുക ശ്രദ്ധ, പുറത്തോട്ട് പോകണം. ഭൂമി മാതാവേ, എൻ്റെ ഉള്ളിലുള്ള എല്ലാ അസന്തുലിതാവസ്ഥകളെയും എല്ലാ നെഗറ്റിവിറ്റീസിനെയും ഭൂമി തത്വത്തിലേക്ക് വലിച്ചെടുത്ത് എന്നെ പരിശുദ്ധവും പവിത്രവും നിഷ്കളങ്കവും ആക്കി തീർത്താൽ. നമ്മളെ ശുദ്ധീകരിക്കാനായി അപേക്ഷിക്കുകയാണ്. ഇതൊരു 2-3 മിനിറ്റ് നമുക്കിങ്ങനെ തന്നെ ഇരുന്ന് നോക്കാം. എന്താണ് നമ്മളിൽ ഉണ്ടാവുന്ന വ്യത്യാസം? നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. ഇനി വലത് കൈ അങ്ങനെ തന്നെ ഭൂമിയിൽ കമഴ്ത്തി വെച്ചിട്ട് ഇടത് കൈ തുറന്ന് മടിയിൽ വയ്ക്കുക. ഇവിടെ നമ്മുടെ ഇടത് ഭാഗത്തെ ശുദ്ധീകരിക്കാനായി ശ്രീമാതജി എൻ്റെ ഇടനാഡി, ഇടത് ഭാഗത്തുള്ള നാഡിയെ ഇടനാഡി എന്നാണ് പറയുന്നത്, ഇടനാഡിയെ ശുദ്ധീകരിച്ചാണ്. എൻ്റെ ഇടത് ഭാഗത്തുള്ള എല്ലാ ദോഷങ്ങളെയും ഭൂമിയിലേക്ക് വലിച്ചെടുത്താൽ.
ഇടത് ഉള്ളം കൈ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ അറ്റൻഷൻ ഇടത് ഉള്ളം കൈയില്. ഇനി നമുക്ക് സാവധാനം വലത് കൈ തുറന്ന് മടിയിൽ വെച്ച് ഇടത് കൈ ആകാശതത്വത്തിലേക്ക്. ഇവിടെ പിംഗള നാഡി ശുദ്ധീകരിക്കാൻ, വലത് ഭാഗത്തെ ശുദ്ധീകരണത്തിനായി ശ്രീ മാതാജി എൻ്റെ വലത് ഭാഗത്തെ ശുദ്ധീകരിച്ചാണ്. എൻ്റെ പിംഗള നാഡിയിലുള്ള എല്ലാ അധികമായ ചൂടിനെയും അനാവശ്യമായ ചിന്തകളെയും ആകാശ തത്വത്തിലേക്ക് വലിച്ചെടുക്കാൻ. നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ശ്രദ്ധ കൊടുത്തിരിക്കുക. നമുക്കിനി രണ്ട് കൈകളും മടിയിൽ തുറന്നു വെച്ച് വലത് കൈ സാവധാനം മൂർധാവിൽ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് അമർത്തി, മാതാജി എനിക്ക് ധ്യാനാവസ്ഥ നൽകിയാണ്. മാതാജി എനിക്ക് നിർവിചാരത്ത് സ്ഥിതി നൽകിയാണ്. ആ മൂർധാവിൽ നന്നായിട്ടൊന്ന് അമർത്തുക. കൈ സാവധാനം ഒരു 2-3 ഇഞ്ച് പൊക്കത്തിൽ പിടിച്ച് അവിടെ നിന്ന് വരുന്ന ആ ചൈതന്യം മാത്രം ശ്രദ്ധിക്കുക. നമ്മുടെ കംപ്ലീറ്റ് അറ്റൻഷൻ ആ മൂർധാവിൽ തന്നെ കൊണ്ടുവരിക.
ഇനി കൈ സാവധാനം മടിയിലേക്ക് കൊണ്ടുവരികയാണ്. കൈ വരുന്നോട്ടെ, പക്ഷെ അറ്റൻഷൻ, ശ്രദ്ധ മൂർധാവിൽ തന്നെ ഇരിക്കട്ടെ. രണ്ട് കൈകളും തുറന്ന് മടിയിൽ വെച്ച് മൂർധാവിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് നമുക്ക് ഈ ധ്യാനാവസ്ഥ കുറച്ചു നേരം ഇതിൽ തന്നെ ഇരിക്കാം. വരുന്ന എല്ലാ ചിന്തകളോടും ക്ഷമ ക്ഷമ ക്ഷമ. ഉള്ളിലേക്ക് ധ്യാനത്തിലേക്ക് ഇറങ്ങട്ടെ. നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയണം. ആത്മീയ ബോധത്തിൽ വളരുകയാണ്, ആത്മീയ തത്വത്തിലാണ്. ഞാനെന്നൊരു ശുദ്ധമായ ആത്മാവ്.
നമുക്ക് സാവധാനം കണ്ണുകൾ തുറക്കാം. മാതാജിയെ തന്നെ നോക്കിയിരിക്കുക. നമ്മുടെ ഉള്ളിലെ ആ ആനന്ദം, അത് ഇത്രയും നാളായി അറിയാത്ത ഒരു ബ്രഹ്മാനന്ദം എന്ന് തന്നെ പറയാം. അതാണിപ്പോ അനുഭവിച്ചറിയുന്നത്. നമുക്ക് എല്ലാത്തിനോടും ഒരു സ്നേഹം, പ്രകൃതിയോടും മനുഷ്യനോടും മൃഗങ്ങളോടും. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തിനോടും ഒരു പ്രത്യേക, എന്തിനെ കാണുമ്പോഴും ഒരു പ്രത്യേക ഭംഗി തോന്നി തുടങ്ങും. അതിനർത്ഥം നമ്മൾ വർത്തമാനകാലത്തിലാണ് എന്നുള്ളത്. വർത്തമാനകാലത്തിൽ പ്രസന്റിലാവുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ആ സ്ഥിതി തന്നെ കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും 150-ൽ കൂടുതൽ രാജ്യങ്ങളിൽ ഇത് അഭ്യസിക്കുന്നവരും ഇത് ആസ്വദിക്കുന്നവരും ഒത്തിരി പേരുണ്ട്. അതിലൊരാളുടെ അനുഭവമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഡോക്ടർ രഞ്ജിത കോഴിക്കോട് ഹെൽത്ത് സെന്ററിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ടീനേജ് പ്രായത്തിൽ തന്നെ രഞ്ജിത സഹജയോഗയിൽ വന്നു. അതിലുണ്ടായ അനുഭവങ്ങളും അതിലുണ്ടായ മാറ്റങ്ങളും രഞ്ജിത തന്നെ പറയുകയാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. ഞാൻ രഞ്ജിത രാജൻ. ഞാനൊരു ഡോക്ടറാണ്. ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ സഹജയോഗത്തിൽ വന്നത് 1997-ലാണ്. അപ്പം 23 വർഷം പൂർത്തിയാവും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന പ്രായമാണ് അവരുടെ ഒരു +2, അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി കാലഘട്ടം. അതേ സമയത്താണ് ഞാനും സഹജയോഗത്തിൽ വരുന്നത്, ഇതിനെക്കുറിച്ച് അറിയാനിടയാവുകയും ഇതിലേക്ക് വരുന്നതും. ആ പ്രായത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ആശങ്കകൾ ഒരുപാടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യചരിത്രം എങ്ങനെ അറിയാം, അതിനെ ആഴത്തിൽ എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെയാണ് ഒരു ഡോക്ടർ ആവാം എന്ന് തന്നെ ഞാൻ തീരുമാനിക്കുന്നത്. സഹജയോഗത്തിൽ വന്നപ്പോഴും ഞാൻ തിരിച്ചറിഞ്ഞത് അതുതന്നെയാണ്. നമുക്ക് നമ്മുടെ ശരീരമല്ലാതെ ഒരു സൂക്ഷ്മ ശരീരം വേറെയുമുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ജിജ്ഞാസയിലാണ് ഞാൻ സഹജയോഗ ചെയ്യാൻ തുടങ്ങുന്നത്. എല്ലാ യോഗകളിലും നമുക്ക് ദൈവത്തിനെ കുറിച്ചറിയാം, ശക്തിയെക്കുറിച്ചറിയാം, നമുക്ക് സമാധാനം കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് സ്വതവേ നമ്മൾ സമാധാനത്തിന് വേണ്ടിയും അങ്ങനെയാണ് നമ്മളെല്ലാവരും യോഗയുടെ പിറകെ എങ്ങനെ അന്വേഷിച്ച് പോകുന്നത്. പക്ഷേ സഹജയോഗത്തിൽ അതിനെല്ലാം മറിച്ച് നമുക്ക് നമ്മുടെ ശക്തിയെ തിരിച്ചറിയാനുള്ളൊരു കഴിവാണ് കിട്ടുന്നത്. ആത്മസാക്ഷാത്കാരം കിട്ടുന്നതിലൂടെ നമുക്ക് ഒരു എനർജി നമ്മുടെ കരങ്ങളിലും നമ്മുടെ മൂർധാവിലും നമുക്ക് സ്വന്തമായി അനുഭവിച്ചറിയാൻ പറ്റും. ആ ശക്തി ശാസ്ത്രീയമായി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ, അതിന് സർവകലാശാലകളിലും അതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആ ശക്തിയെ അറിയാൻ പറ്റുന്നു. നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തളർന്നു പോവാതെ അതിനെ നമുക്ക് നേടാനുള്ളൊരു സമചിത്തത കിട്ടുന്നു. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് സഹജയോഗത്തിൽ എനിക്ക് സ്വന്തമായി ഉണ്ടായ അനുഭവങ്ങളും പിന്നെ എൻ്റെ ജോലിപരമായിട്ടുള്ള ഓരോരോ സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറാനുള്ളൊരു ശക്തി, ഇതൊക്കെ എനിക്ക് സഹജയോഗത്തിലൂടെ കിട്ടുന്നു. പിന്നെ മറ്റ് യോഗകളിലുള്ള പോലെ ഒരുപാട് ശാരീരിക അധ്വാനമോ ഒരുപാട് സമയമോ നമുക്കിതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നില്ല. ഒരു രാവിലെയും വൈകിട്ടും ഒരു 5-10 മിനിറ്റ് നമുക്ക് കിട്ടുന്നൊരു സമയം ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റുക, അതാണ് എനിക്കിതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ നോട്ടം. വേറെ അധ്വാനങ്ങളോ ഒന്നും, ഒരു സ്ട്രെയിനോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ ആ ശക്തിയെ മാത്രം മുഴുവനായിട്ട് ഉൾക്കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക. അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പറ്റുക. ഇതാണ്
സഹജോതിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത്. താങ്ക് യു. ഞാൻ രഞ്ജിത രാജൻ. ഞാനൊരു ഡോക്ടർ. അപ്പോൾ നമ്മളിപ്പോ രഞ്ജിതയുടെ അനുഭവം കേട്ടു. ഇനി ഇന്നത്തെ ഒരു പുതിയ പാഠം, ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വാധിഷ്ഠാന ചക്രം. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ മൂലാധാരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ചക്രമാണ്. കുണ്ടലിനി ശക്തിക്ക് തൊട്ടു മുകളിൽ ഇരിക്കുന്നതാണ് സ്വാധിഷ്ഠാന ചക്രം. ഈ സ്വാധിഷ്ഠാന ചക്രം 6 ഇതളുകൾ ഉള്ള ഒരു പൂവിനെ പോലെയാണ്. 6 petal flower. ഈ 6 ഇതളുകൾ ഉള്ളതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങളും പലതാണ്. ഈ ചക്രം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒത്തിരി ശാരീരികമായ അവയവങ്ങളുമായിട്ട് ബന്ധമുണ്ട്. മെയിൻലി ലിവർ, കരള് പ്രവർത്തിപ്പിക്കുന്നതിൽ വലിയൊരു ഭാഗം, വലിയൊരു പ്രാധാന്യമുള്ള ഒരു ചക്രമാണിത്. കരള്, സ്പ്ലീൻ, ഇൻറ്റസ്റ്റൈൻ, അങ്ങനെയുള്ള ഒത്തിരി പ്രാധാന്യമുള്ള അവയവങ്ങളുടെ നിയന്ത്രണം സ്വാധിഷ്ഠാന ചക്രമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ നമ്മളെ ഒരു സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാനും നമ്മളിലുള്ള കഴിവുകളെ, ആർട്ടിസ്റ്റിക് ടാലൻസ്, നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട്. പാടാൻ, നൃത്തം ചെയ്യാൻ, പടം വരയ്ക്കാൻ, ചിത്രം വരയ്ക്കാൻ, അങ്ങനെ പല പല കഴിവുകൾ നമ്മൾ തെളിയിക്കുകയാണ്. അതുപോലുള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ ജോലി സ്ഥലത്തായാലും പഠന സ്ഥലത്തായാലും സ്കൂളിലായാലും കോളേജിലായാലും അവിടെയെല്ലാം നമ്മളിലൊരു പ്രത്യേകത, നമ്മളിലൊരു എന്തോ ഒരു കഴിവ്, പ്രത്യേകത. ചിലർ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും അതിൽ കൂടുതൽ നമ്മളെ അതിലേക്ക് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സ്വാധിഷ്ഠാന ചക്രം മെച്ചപ്പെടുന്നവർക്ക് നല്ല നല്ല കഴിവുകൾ പുറത്തു വരാൻ തുടങ്ങും. പാട്ട് പാടാത്തവർ നന്നായിട്ട് പാടാൻ തുടങ്ങുക, നൃത്തം ചെയ്യുന്നവരാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് അതിലൊരു വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ പല കഴിവുകളും പുറത്തു വരാൻ തുടങ്ങും. പിന്നെ അതുകൂടാതെ നമ്മുടെ പ്ലാനിങ് ആൻഡ് തിങ്കിങ്, നമ്മളുടെ ചിന്തകളുടെ ഒരു നിയന്ത്രണവും നമ്മളുടെ മുൻകരുതലുകൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള നമ്മുടെ കുറെ പ്ലാനിങ്ങുകളുണ്ട് ഭാവിയെ കുറിച്ചൊക്കെ. അപ്പോൾ അതിനെ എല്ലാം നിയന്ത്രിക്കുന്നതും അതിനെ ഒരു സന്തുലനാവസ്ഥയിൽ കൊണ്ടുപോകാനും ഇത് സഹായിക്കും. അത് സ്വാധിഷ്ഠാന ചക്രം കൂടുതലും ഒരു ക്ഷയം സംഭവിക്കുന്നത് നമ്മുടെ ഓവർ തിങ്കിങ് ആൻഡ് ടു മച്ച് പ്ലാനിങ്, കൂടുതൽ ചിന്തകളും കൂടുതൽ പ്ലാനിങ്ങും ചെയ്യുന്നവർക്കാണ് അത് വളരെ വീക്ക് ആവുന്നത്. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ കുണ്ടലിനി ശക്തി ഈ സ്വാധിഷ്ഠാന ചക്രത്തിലൂടെ എന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും. കൂടുതൽ കൂടുതൽ കഴിവുകൾ നമ്മളിൽ പുറത്തു വരാൻ തുടങ്ങും. അതുപോലെ നമ്മളെ എല്ലാവരും കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഭയങ്കര ഒരു പോസിറ്റീവ് ആണല്ലോ എന്ന് പറയാൻ തുടങ്ങുന്നത് ഇതിലുള്ള മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ്. ഇതിന്റെ പഞ്ചമഹാഭൂതങ്ങളിൽ ഇതിന്റെ ഘടകം അഗ്നിയാണ്. അപ്പോ ഈ ചക്രത്തിലുള്ള ശുദ്ധീകരണം ചെയ്യുന്നതും അഗ്നി തത്വം തന്നെയാണ്. ആ ശുദ്ധീകരണത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാം. ചെയ്യാൻ പോകുന്നത് നാളെ നമുക്ക് മൂലാധാരം ചെയ്തതുപോലെ, മൂലാധാര ചക്രത്തിന്റെ ശുദ്ധീകരണം ചെയ്തതുപോലെ നാളെ സ്വാധിഷ്ഠാന ചക്രത്തിലും എങ്ങനെയാണ് ലളിതമായ
ശുദ്ധീകരണങ്ങൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് മുന്നോട്ട് ആ ബാലൻസിങ് സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ ഇതാണ് സ്വാധിഷ്ഠാന ചക്രം. ഇത് സയന്റിഫിക്കലി ഇതിനെ പ്ലെക്സസിൽ പറയുന്നത് അയോട്ടിക് പ്ലെക്സസ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം സയന്റിഫിക്കലി ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ സഹജയോഗയിൽ ഇത് പ്രതിപാദിക്കുന്നത് ഈ രീതിയിലാണ്. ഇതുപോലെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയുകയാണ്. നിങ്ങൾ എല്ലാവരും ആ ധ്യാനത്തിന്റെ ഒരു സ്ഥിതി ആസ്വദിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുറച്ച് മെസ്സേജസ് വന്നിട്ടുള്ളത്, അതെ, ഇതില് നമുക്ക് ഒരു വാട്സപ്പ് നമ്പറിലേക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഇന്നലെ ചാറ്റ് കഴിഞ്ഞതോടുകൂടെ നമ്പർ എനിക്ക് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് അയച്ചു തരാൻ പറ്റാത്തത്. ഇപ്പോൾ ഇത് സേവ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ക്ഷീണം, ഇപ്പോൾ ദിവസവും നമ്മൾ കൂടുതലും ലോക്ക്ഡൗൺ പീരീഡ് ആയത് കാരണം വീട്ടിലാണ് ഇരിക്കുന്നത്. വീട്ടിലിരുന്നാലും നമുക്ക് ക്ഷീണം അല്ലെങ്കിൽ പെട്ടെന്നൊരു ഒന്നും ചെയ്യാൻ ഒരു മടി, അതുപോലും നമ്മളെ ഇടത് ഭാഗത്തേക്ക്, മടി എന്ന് പറയുന്നത് നമ്മളെ ലെഫ്റ്റ് സൈഡ് ഇടനാഡിയിൽ വീക്കാക്കുന്നതാണ്. അത് ഒത്തിരി ക്ഷീണം തോന്നുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ നമുക്ക് എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഫുട്സോക്ക് തന്നെയാണ്. ഉപ്പുവെള്ളത്തിൽ കാലിട്ടിരിക്കുന്നത്, അതിലൂടെ നമ്മുടെ ഈ ക്ഷീണവും മടിയും ഒക്കെ മാറുന്നത്. നമ്മൾ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു 2 പ്രാവശ്യമൊക്കെ, രാവിലെയും ഒരു പ്രാവശ്യം വൈകിട്ടും ഒരു പ്രാവശ്യം ചെയ്തു തുടങ്ങിയാൽ വളരെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ മടിയൊക്കെ മാറി എല്ലാവരും ഊർജ്ജസ്വലരായി വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നല്ല ധ്യാനം ചെയ്ത് സന്തുലനാവസ്ഥയിൽ മുന്നോട്ട് നീങ്ങാൻ ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും കിട്ടട്ടെ. നാളെ രാവിലെ 10 മണിക്ക് ഈ സമയം തന്നെ നമുക്ക് ഇനിയും കാണാം. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.